നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ജോൺ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 10/2/2026 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കൂടുകയാണ്. അതുപോലെ റബ്ബറിൻ്റെ തടിക്കും വില കൂടുകയാണ്. അതുപോലെ സ്വർണ്ണത്തിൻ്റെ വിലയും കൂടുകയാണ്. ഇനി റബ്ബർ വില കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 207 രൂപ 50 പൈസ, RSS 5 കിലോ 202 രൂപ 50 പൈസ, ESNR 20 185 രൂപ, ലാറ്റക്സ് 60% ERC 137 രൂപ 90 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 207 രൂപ 50 പൈസ, RSS 5 കിലോ 202 രൂപ 50 പൈസ. ഇതാണ് രാവിലത്തെ കൊച്ചു വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 198, ലോട്ട് കിലോ 183 188 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 137, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 75 പൈസ. അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 199, RSS 5 കിലോ 195. ഫീൽഡ് ലാറ്റക്സ് വ്യാപാരി വില 188, ഫാക്ടറി വില 198. 25% DRC ഉള്ള 200 ലിറ്റർ പറയുന്നത് 9400, 30% DRC ഉള്ള 200 ലിറ്റർ 11280, 35% DRC ഉള്ള 200 ലിറ്റർ 13160. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം RSS 4 കിലോ 199 50 പൈസ, RSS 5 കിലോ 196 രൂപ 50 പൈസ, ESNR 179 മുതൽ 179 രൂപ 50 പൈസ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 119 മുതൽ 132 രൂപ. ദേശീയ വില നോക്കുമ്പോൾ RSS 4 കിലോ 200 രൂപ 10 പൈസ, RSS 5 കിലോ 199 71 പൈസ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 14,475, ഒരു പവൻ 1,15,800 അതുപോലെ 24 ക്യാരറ്റ് 15,791, ഒരു പവൻ 1,26,328. അതുപോലെ 18 ക്യാരറ്റ് 11,844, ഒരു പവൻ 94,752. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. ഇന്നലെ വൈകിട്ട് 120 രൂപയാണ് ഒരു ഗ്രാമിൻ്റെ മുകളിൽ, ഒരു പവൻ്റെ മുകളിൽ 960 രൂപയാണ് കൂടിയത്. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 85, തേങ്ങ ചകരിയുള്ളത് കിലോ 50 മുതൽ 80, വെളിച്ചെണ്ണ ലിറ്റർ 430, കൊപ്ര എടുത്തപിടി 185 രൂപ 50 പൈസ, കൊക്കോ 350, കച്ചോല ഉണങ്ങിയത് 350, പിണ്ണാക്ക് അസ്പലർ 41, റോട്ടറി 42, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 702, കുരുമുളക് പുതിയത് 692, കുരുമുളക് ഗാർബിൾഡ് കിലോ 722, ചുവപ്പ് കുരുമുളക് വയനാടൻ 700, ചേട്ടൻ 690, അടയ്ക്ക പുതിയത് 350, പഴയത് 360, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേല 155, കാഞ്ഞിരക്കൊരു 1880, കയർ ഇഴക്കയർ 10, കരിപ്പട്ടി കയർ 10 മുതൽ 15, ജാതിക്ക 90 330, ഗ്രാമ്പു 810, നാടൻ ഗ്രാമ്പ് 925. പൈനാപ്പിൾ പച്ച 52, പഴം 54. കേരള സർക്കാർ നിരവധി പദ്ധതികളിലൂടെ പ്രായമായവരുടെ ക്ഷേമം ഉറപ്പാക്കി. വയോജനങ്ങൾ ചെയ്തത് വയോജന സംരക്ഷണം കാര്യക്ഷമമാക്കാൻ വയോജന കമ്മീഷൻ, 27 റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റെനൻസ് ട്രൈബ്യൂണലുകൾ, എൽഡർ ലൈൻ പദ്ധതി, മുതിർന്ന പൗരന്മാർക്കുള്ള ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, ഇത് വയോരക്ഷാ ക്രൈസിസ് മാനേജ്മെൻറ്റ് പദ്ധതി, അടിയന്തര സാഹചര്യത്തിൽ പരിചരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നു. വയോജന വെബ് പോർട്ടൽ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈനിലൂടെ. സെക്കൻഡ് ഇന്നിങ്സ് ഹോം, വൃദ്ധസദനങ്ങളെ ആധുനികവൽക്കരിച്ച് എല്ലാ സൗകര്യമുള്ള വാസസ്ഥലങ്ങളാക്കുന്ന പദ്ധതി. പകൽ വീടുകളായി 82 സായംപ്രഭ ഹോമുകൾ. വയോമിത്രം പദ്ധതി, തദ്ദേശ സ്ഥാപനങ്ങളിൽ മരുന്ന് വിതരണം, ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനം, വയോജന ക്ലബ്ബ് പ്രവർത്തനം, വയോ അമൃതം, മന്ദഹാസം, ഓർമ്മത്തോണി എന്നിങ്ങനെ നിരവധി ആരോഗ്യ സേവനങ്ങൾ. മുതിർന്ന പൗരന്മാർക്കായി പോലീസിൻ്റെ പ്രശാന്തി ഹെൽപ്പ് ലൈൻ. എന്തായാലും വാർദ്ധക്യകാലത്ത് സർക്കാർ ഒരു കരുതൽ തന്നെയാണ്. ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ വളരെയേറെ ആവശ്യത അനുഭവിക്കുന്ന പല വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും നിരവധിയുള്ളവരുണ്ട്. എന്തായാലും അവർക്കൊരു തണലായി. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ